ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടി മുരുകനോട് ചോദിക്കുന്നുണ്ടല്ലോ, അനന്ത മാഷിനെ അറിയോന്ന്. അത് കേട്ടോടെ തന്നെ മുരുകൻ ഇങ്ങനെ എനിക്കറിയില്ല, പക്ഷെ മാഷിനെ ഇല്ലാത്തതില്ലല്ലോ. എന്നാൽ മാഷ് ചിലവരെ കണ്ടാൽ മനസ്സിലാക്കുന്നത് പറഞ്ഞ് പവിത്രനെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ പവിത്രൻ എന്നെ തീർച്ചയായും അറിയുന്നു ചിന്തിക്കുന്നുണ്ട്. ഇതേസമയം ഇവരെ നോക്കാൻ നിൽക്കുന്ന ആ അമ്മ പറയാണ്, അതിന് അനന്ത മാഷിനെ ആർക്കും അറിയാത്തത്, കാരണം 10 കുട്ടികളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എല്ലാവരും അറിയപ്പെടും. പ്രത്യേകിച്ച് അടിച്ചു വളർത്തിയ ആ മക്കളാണെങ്കിൽ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ചിരിക്കണം കേട്ടോ. അത് കേൾക്കുന്ന മഞ്ചാടിക്കും ഇല്ലാത്തൊരു ആനന്ദം തന്നെ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ദയ, അതുപോലെ ചീരു, ഭാനുമ്മ, അതുപോലെ അനുപമ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കണം. ഇങ്ങനെ ചീരു പറയണേ, എന്തായാലും അവളെ ഇങ്ങോട്ടേക്ക് ഒരിക്കലും പറഞ്ഞേക്കരുതായിരുന്നു. അവര് രജിസ്റ്റർ മാരേജ് അങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞിട്ട് രഘുവേട്ടൻ നമ്മളോടൊന്ന് സൂചിപ്പിക്കാനുമായിരുന്നു. അത് കേട്ടോടെ തന്നെ അനുവും അറിയാൻ ശരിയാണ്, രഘുവേട്ട എന്നോടൊന്ന് സൂചിപ്പിക്കുകയായിരുന്നെങ്കിൽ ഞാൻ അവളെ ഇവിടെ നിന്ന് പുറത്തു വിട്ടിരുന്നില്ല. അത് കേൾക്കുന്ന ദയ, ഇത് ആദ്യം അറിഞ്ഞത് ശബരിയേട്ടനാണ്, എന്നിട്ട് അയാൾ പോലും എന്നോട് പറഞ്ഞില്ല, അങ്ങേര് പോലും ഇത് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട് എന്ന് ദയ പറയണേട്ടോ. എന്തായാലും അച്ഛൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ആകെ തകർന്നു പോകും. അപ്പൊ ഇത് കേൾക്കുന്ന ചിരു പറയണ, അമ്പിളി ചേച്ചി ഇനിയിപ്പോ അച്ഛനോട് പറയാനാവോ. അത് കേട്ടോടെ തന്നെ ദയ പറയണ, എന്തായാലും പറയാം, അമ്പിളി ചേച്ചി എല്ലാ ആള് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അമ്പിളി ചേച്ചി പറഞ്ഞു പോകും എന്ന് പറയട്ടോ. പിന്നീട് മാഷിനെയാണ് കാണിക്കുന്ന, മോളെ അമ്പിളി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു വരികയാണ്. അപ്പം അമ്പിളി ഓടി വരികയാണ്. അയ്യോ, അച്ഛനോട് എങ്ങനെ ഞാൻ സംസാരിക്കും, ഇങ്ങനെ നിൽക്കുക, എത്ര നേരം കള്ളത്തരം പിടിച്ച് നിർത്താൻ എനിക്ക് കഴിയില്ലല്ലോ അച്ഛൻ്റെ മുന്നിൽ എന്നൊക്കെ ഇങ്ങനെ പതർച്ചയുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നൊക്കെ പറയണം. അപ്പോൾ ലച്ചും ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ മാഷ് പറയണേ, എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. ഇനിയിപ്പോൾ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് വിഗ്രഹം കൊണ്ടുവന്നിരുന്നല്ലോ, അതായത് സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നിരുന്നല്ലോ, ആ സ്വർണ്ണാഭരണങ്ങളിൽ ഇന്ന അമ്പലത്തിൽ നിന്നാണ്, അത് എന്നും കൊണ്ടുവല്ലേ ആ മാഷായിരുന്നു. അയാൾക്കാണെങ്കിൽ സുഖമില്ലാതെ ഇങ്ങനെ കിടപ്പിലാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. അത് കേൾക്കുന്ന അമ്പിളിയാണെങ്കിൽ അച്ഛന് നല്ലൊരു അനുഗ്രഹം ഇപ്പുറത്ത് കിട്ടുമ്പോൾ അപ്പുറത്താണെങ്കിൽ അച്ഛന് അപമാനമാണല്ലോ ഉണ്ടാവുന്നത്. അമ്പിളി ചിന്തിക്കുന്നുണ്ട്. എന്തായാലും മഞ്ചാടിയെ കുറിച്ച് ചെറിയൊരു സൂചന അച്ഛന് നൽകണം. അപ്പോൾ തന്നെ മാഷ് പറയണം, മോളെ അമ്പിളി, എനിക്കൊന്നും പ്രത്യേകിച്ചൊന്നും വേണ്ട, ഒരു ഗ്ലാസ് പാല്, നാളെ രാവിലെയും പാല് മതി, ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടെ. അപ്പൊ അത് കേട്ടോടെ തന്നെ അമ്പിളി പറയാം, അത് പറഞ്ഞാൽ പറ്റില്ല അച്ഛാ, കാരണം എന്താ വെച്ചാൽ അച്ഛനെ എന്തെങ്കിലും കഴിക്കണ്ടേ. വേണ്ട മോളെ, കാരണം ഈ വിഗ്രഹ സ്വർണ്ണങ്ങൾ കൊണ്ടുകൊടുക്കാൻ പോകേണ്ടതല്ലേ, അപ്പൊ അതുകൊണ്ട് അത് ചെയ്യേണ്ട കടമ അതുപോലെ തന്നെ ചെയ്യണം. ഞാൻ എന്തായാലും പ്രഷറിന്റെയും ഷുഗറിന്റെ ഒക്കെ മരുന്ന് കഴിക്കാതിരുന്നാൽ മതി, കാരണം നല്ല വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും വരില്ല എന്ന് മാഷും പറയുന്നുണ്ടോ. അങ്ങനെ മഞ്ചാടിയെ കുറിച്ചുള്ള രഹസ്യം ഇവിടെ അമ്പിളിക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥ എത്തുകയാണ്. പിന്നീടാണെങ്കിലോ ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രൻ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഇന്ദ്രൻ നിൽക്കുകയാണ്. കുറേ ആയല്ലോ ഹർഷ തനിക്കെതിരെയായി കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയുമായി നേരെ പോകുന്നത് ഈ രവിയുടെയും അതുപോലെ ഹർഷയുടെയും മുന്നിലാണ് കേട്ടോ. എന്നിട്ട് രവിക്ക് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, കൂടെ കുഞ്ഞമ്മയും നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് രവിയോട് ചോദിക്കുകയാണ്, എന്താണ് ഇത് രവി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവിടെ ഹർഷ ഇങ്ങനെ നിന്ന് പരിങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്തത് തെറ്റ് തന്നെയാണ്, എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അത് കേട്ടോടെ തന്നെ കുഞ്ഞമ്മ പറയണേ, എൻ്റെ അതിലധികം ഉണ്ട് രവി, ഞാനധികം അതിൽ വന്നിട്ടുണ്ട്, കാരണം എൻ്റെ സെറ്റ് കൊണ്ടും സെറ്റ് സാരിയൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ രവി മേടിച്ചു തന്നതല്ല, അതുകൊണ്ട് ആ സീൻ എങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോൾ വർഷക്ക് ദേഷ്യം പിടിക്കണം. മനുഷ്യനാകെ ഇവിടെ ചൊറിഞ്ഞു നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു തമാശ, ആളെ കോരുന്ന വിധത്തിലുള്ള തമാശ. അത് കേട്ടോടെ തന്നെ കുഞ്ഞമ്മക്കൊക്കെ ദേഷ്യം പിടിച്ച് കുഞ്ഞമ്മ പറയണേ, അതെ ഈ പണ്ടൊരു ചെല്ലുണ്ട്, അതുപോലെ ആവരുത് കേട്ടോ, കാരണം നീ അനുപമൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തതുണ്ടല്ലേ, ഈ പുലിവാലൊക്കെ നിന്റെ തലയിൽ വന്നു വീണത്, ഇതുകൊണ്ടല്ലേ ഇന്ദ്രൻ ചോദ്യം ചെയ്യാൻ വന്നത് എന്ന അർത്ഥത്തിൽ കുഞ്ഞമ്മ അവിടെ നിന്നും പറഞ്ഞു പോവാൻ കേട്ടോ. പിന്നീട് ഇന്ദ്രൻ അങ്ങ് ദേഷ്യത്തോടു കൂടി ഹർഷയുടെ മുഖത്തോട്ട് നോക്കുകയാണ്. അപ്പൊ സുശീല ആന്റി എന്നോട് വീഡിയോ എടുക്കാൻ പറഞ്ഞു, ഞാൻ എടുത്തു, പക്ഷെ സുശീല ആന്റി ഇങ്ങനെയൊക്കെ ചെയ്യാനാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ എന്നെ ഹർഷ ഇങ്ങനെ വെറുതെ തനിക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ, അങ്ങനെ അമ്മ മാത്രം ഈ ഐഡിയ പറയില്ല, ഒരാൾ അമ്മക്ക് ഐഡിയ പറഞ്ഞു കൊടുത്താൽ അമ്മ ഇത്ര തന്ത്രപരമായി ഈ വീഡിയോ എടുത്താൽ നമുക്ക് അയച്ചു കൊടുക്കുള്ളൂ. എന്തായാലും ഹർഷ, നിന്റെ കയ്യൊപ്പും കൂടി ഇതിലുണ്ട്, ഇത് വേണ്ടായിരുന്നു, എന്തിനു വേണ്ടിയാണ് നീ എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. നീ നിൽക്കുന്ന രവി, ഞാൻ വെറുതെ ഒന്നും വലിഞ്ഞു കയറി വന്നതല്ലോ, രവി എന്നെ വിശ്വസദ്യക്ക് വിളിച്ചു, ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു, അല്ലാതെ കണ്ട് ഞാൻ വേറെ തരത്തിൽ വന്നതല്ലോ, പിന്നെ എന്തിനാണ് അനുപമയ്ക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കേണ്ട ആവശ്യം എന്നൊക്കെ പറഞ്ഞു ഹർഷയുടെ നേർക്ക് നല്ലൊരു ചൂടാവല് ഇന്ദ്രൻ രവിയുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ സമയം ഹർഷയാണെങ്കിലും ഓക്കെ പരിങ്ങടന്നിട്ട് തനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു ചോദ്യവും പറച്ചിലാവുമ്പോൾ താൻ എന്ത് പറയുമെന്ന് അറിയാതെ രവിയുടെ മുന്നിൽ പതറി നിൽക്കുമ്പോൾ ഈ മേലൻ ഇങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞ് വെറുതെ വിടില്ല, എൻ്റെ അമ്മയെ ഇളക്കി വിടുന്ന കുറച്ച് ഹർഷയുമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പിറകെ നിന്ന് രവി വിളിക്കാണ്, ഇന്ദ്ര താങ്ക്സ് എന്ന് പറയണത്. ഇത് കേട്ടോടെ തന്നെ, എന്തിന് നീ ഹർഷയോട് അങ്ങനെയൊക്കെ പറഞ്ഞത് നന്നായി, കുറച്ചൊക്കെ എൻ്റെ ഭാര്യയും കൂടി ഇതിൽ കയ്യൊപ്പ് കൊടുത്തിട്ടാണ് സുശീലാൻ്റെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് നീ ഇത് പറഞ്ഞത് നന്നായി, എന്തായാലും പറഞ്ഞത്
നന്നായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനുഭവമായുള്ള പ്രശ്നം. ഇനിയിപ്പോ ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അനുപമക്ക് തോന്നി തുടങ്ങുമെന്ന് പറഞ്ഞു ഉടനെ തന്നെ രവി പറയണേ, അനുപമയുടെ തെറ്റിദ്ധാരണ നീ മാറ്റണം. തീർച്ചയായും ആ തെറ്റിദ്ധാരണ മാറ്റിയില്ലെങ്കിൽ അനുപമ പിന്നീട് പ്രശ്നമുണ്ടാക്കും. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്റെ ഭാര്യയും സുശീല നീ മനഃപൂർവ്വം ചെയ്താണ്, ഇതിൽ പങ്ക് നിനക്കില്ലാതെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അതുപോലെ നീ അനുപമയെ ഒന്ന് ചെന്ന് കാണുക, എന്നിട്ട് നീ അവളോട് സംസാരിക്കുക എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പൊ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരി എന്നുള്ള തീരുമാനത്തിന് ഇന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. സുശീല നേരെ പോകുന്ന ഹിന്ദുവിന്റെ അടുത്തോട്ടാണ് കേട്ടോ. ഹിന്ദു ആകെ നെട്ടിപ്പോവാണ് സുശീലയെ കണ്ടിടുന്നത്. എന്നിട്ട് ഉറഞ്ഞു തുള്ളാണ്, എന്താണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, എന്റെ വീട്ടിൽ നിങ്ങൾ എന്തിനാ വരുന്നത്, നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് അടിമുടി കയറി വരികയാണ് ചെയ്യുന്നത് എന്ന് എന്ത് പറയുമ്പോൾ നിന്റെ അമ്മയില്ല അച്ഛനില്ല എന്നൊക്കെ ചോദിക്കാണ്. ഇല്ല അച്ഛനില്ല. അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്തും ഇല്ല എന്ന് പറയാതിരിക്കുമ്പോഴേക്കും സാവിത്രി മുന്നോട്ട് വന്നിരിക്കുന്നു കേട്ടോ. ആരോ മോളെ, അത് കണ്ടോടെ തന്നെ സാവിത്രി ഞെട്ടിപ്പോവാണ്. സുശീലയാണെന്ന് മനസ്സിലാക്കാണ്. അങ്ങനെ സുശീലയാണെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് ദേഷ്യം പിടിക്കാണ് സാവിത്രിക്കും. അപ്പൊ എന്തിനാ സുശീല ആന്റി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്, സുശീല ചേച്ചി ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാൻ പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് സംസാരിക്കാനാണ് അമ്മ. ഇവരെ വേഗം ഇറക്കി വിടുന്നുണ്ടോ, വെറുതെ എന്തിനാ ഇവര് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് കേട്ടിട്ട് അങ്ങ് ഇന്ദുവിന് ദേഷ്യം പിടിക്കുമ്പോൾ ഇന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് സാവിത്രിയോട് അവിടെ ഇങ്ങനെ സോഫയിൽ കയറി ഇരുന്നിട്ട് ഞാൻ അന്ന് അമ്പലത്തിൽ വെച്ച കാര്യത്തെക്കുറിച്ച് എന്തായി തീരുമാനം, സുശീല ചേച്ചി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ, എന്റെ മകള് ഇന്നു രാഹുലിന്റെ ഭാര്യയാണത് നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ മകള് രാഹുലിന്റെ ഭാര്യയായി നിൽക്കുമ്പോൾ നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കില്ല. അല്ല നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എനിക്ക് നല്ലതാണ്. അപ്പോൾ തന്നെ സുശീല ചോദിക്കുന്നുണ്ട്, ഗോകുലിനെ ഇളക്കി വിട്ടത് ഇവളാണോ അതോ നിങ്ങളാണോ എന്ന് അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എന്റെ ഏട്ടനോട് പലതും ഞാൻ പറയും, അതിൽ എന്റെ ഏട്ടന് ദേഷ്യം പിടിച്ച് നിങ്ങളോട് ചോദിക്കാൻ വന്നതിൽ ഇത്ര തെറ്റ് പറയാനില്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇതൊക്കെ കേട്ടിട്ട് മൊത്തത്തിൽ അങ്ങ് ഇന്ദുവിനെ ദേഷ്യം പിടിച്ചിട്ട് പോയി. അങ്ങനെ സുശീല പിന്നീട് പറയുന്നത്, അതെ ഞാനൊരു കാര്യം പറഞ്ഞു തരാം, നിങ്ങളും എന്റെ മകനുമായാണ് വിവാഹം ഉറപ്പിച്ചത്. പക്ഷെ ചിലവന്മാരുടെയൊക്കെ കുതന്ത്രം കൊണ്ട് തന്നെ എന്റെ മകൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടി വന്നു, എന്റെ മകനെ വേറൊരുത്തിയെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അവളെ എപ്പോഴും ഞാൻ കുടിയൊഴിപ്പിക്കും, അത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ മകളെ എന്റെ മകൻ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഇത് കേൾക്കുന്ന സാവിത്രി ആകെ ഞെട്ടിപ്പോണേ, എന്താ നിങ്ങൾ ഈ പറയുന്നത്, നിങ്ങളുടെ മകൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചിരിക്കുകയാണ്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നതെന്ന് പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞതിന് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് തീരുമാനം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് സുശീൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. പിന്നീട് ഗോകുലിനെയാണ് കാണിക്കുന്നത്. ഗോകുലിന്റെ അടുത്തോട്ട് ഗോകുലിന്റെ അതായത് മഞ്ചാടിയുടെ കോളേജിൽ പഠിക്കുന്ന പയ്യന്മാരെല്ലാം വന്നിരിക്കുകയാണ്. എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയത്, ഒരു കാര്യമുണ്ട് അത് പറയാനാണ്. എന്ത് കാര്യം, മഞ്ചാടിയും ജീവരാജും ചാടിപ്പോയിരിക്കുന്നു. ഇത് നിങ്ങൾ വെറുതെ അപവാദം പറയണ്ട, ഇതെന്തായാലും ഉണ്ടാവുമെന്ന് എനിക്കറിയുന്ന കാര്യം തന്നെയാണ്. അത് കേട്ടോടുന്നെ അപവാദമല്ല, സ്കൂൾ ഗ്രൂപ്പിലൊക്കെ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്, മഞ്ചാടിയും ജീവരാജും ചാടിപ്പോയിരിക്കുന്നു എന്നുള്ള സത്യം. അത് കേട്ടോടെ തന്നെ ഗോകുൽ പറയണേ, ഞാൻ അന്നേ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ തന്നെ നടക്കത്തുള്ളൂ എന്ന്. അപ്പോൾ തന്നെ ഇങ്ങനെ ആ പയ്യൻ പറയുന്നുണ്ട്, അല്ല ഗോകുലേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, ഇനിയിപ്പോ ജീവരാജിന്റെ യഥാർത്ഥ സ്വഭാവം ഇനി പുറത്തെടുക്കുമോ, അവന് അന്ന് ആ കൊണ്ടുപോയതുപോലെ തന്നെ കൊണ്ടുപോകുമോ. എന്തായാലും മഞ്ചടിയുടെ വീട്ടുകാർ ആകെ ഓടിപ്പാച്ചിലാണ്. രഘുവേട്ടൻ എനിക്ക് വിളിച്ചിരുന്നു, ആഷിഫിന്റെ നമ്പർ ചോദിച്ചിട്ട്, അവന്റെ പുതിയ നമ്പർ ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന് പറയാനായിട്ടാ. അത് കേൾക്കുമ്പോൾ ഗോകുൽ പറയണേ, എന്തായാലും ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടണ്ട, ഉള്ളത് സത്യമാണെന്ന് ആദ്യം അറിയണം. സത്യം തന്നെയാണ്, ഞങ്ങൾ വേണമെങ്കിൽ ഗ്രൂപ്പിലുള്ള വന്ന മെസ്സേജും സ്ക്രീൻഷോട്ടൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെ പറയാനിട്ടാ. അപ്പോൾ തന്നെ ജീവരാജിനെ കുറിച്ച് ഇനി ഇവർക്കൊക്കെ സംശയം വരികയാണ്. ഇനിയിപ്പോ ആഷിഫ് അലിയും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ആഷിഫ് തന്നെയാണല്ലോ അന്ന് കോവളത്ത് ഈ പ്രശ്നം ഉണ്ടാക്കിയത്, അതുകൊണ്ട് ഇനി അവരുടെ സ്വഭാവം പുറത്തെടുക്കുമോ എന്ന് ചോദിച്ച ഉടൻ തന്നെ അതെന്തായാലും ജീവരാജ് ചെയ്യില്ല. അപ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട്, ഈ കൂട്ടുകാർ പറയുന്നുണ്ട് ഗോകുലിനോട്, ഈ ജീവരാജ് എന്ന് പറയുന്ന പയ്യൻ ഒരിക്കലും മഞ്ചാടിയെ ഇഷ്ടപ്പെടുന്നില്ല, മഞ്ചാടിയെ ഇപ്പൊ പഴയതുപോലെ താല്പര്യമില്ല, പക്ഷെ മഞ്ചാടി പറയുന്നതിനനുസരിച്ച് ജീവരാജ് ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നു എന്ന് മാത്രം. അപ്പൊ ഉടനെ തന്നെ ഗൂഗിൾ പറയണം, മഞ്ചാടിയുടെ ഉള്ളിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളുണ്ട്, അവൾ ഇത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എന്നോ ചെയ്യും, അതിന് കൂട്ടു നിൽക്കാൻ അനന്തം മോശം, കാരണം ഈ ജീവരാജ് ആഷിഫിനെയും പുറത്തിറക്കരുതായിരുന്നു എന്നൊരു തീരുമാനം ഉണ്ടായിരുന്നു. എന്റെ അച്ഛൻ അവർക്ക് മുന്നിൽ പറഞ്ഞതാണ്, പക്ഷെ മാഷാണ് ഇതിന് മുന്നിൽ കെഞ്ചി വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളത് സത്യം തന്നെ. അപ്പോൾ ഈ കൂട്ടുകാർ പറയണ ഗോകുലിനോട്, ഇനി എന്തായാലും അവനെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ഇനി ജയിലിൽ തന്നെയാണെന്ന് പറയട്ടോ. അപ്പൊ ഗോകുല് പറയുന്നുണ്ട്, എന്തായാലും മഞ്ചാടി എന്തോ ലക്ഷ്യം വെച്ചിട്ടുണ്ട്, ആരോടുള്ള വാശി പോലെയാണ് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത് എന്ന് പറയുന്നു കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത്.